ഞാൻ ഏറ്റെടുത്ത ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ അത് ഈ മാസപ്പടി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കമ്പനിയുടെ പേര് പറയാൻ സ്വാതന്ത്ര്യമില്ല, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പേരോ മകളുടെ പേരോ പറയാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്, എനിക്ക് മിണ്ടാൻ എന്റെ വായ കൂട്ടിയിട്ടേക്കാണ്. അപ്പൊ അതിന് ഞാൻ അപ്പീൽ കൊടുത്തിരിക്കുക. അപ്പീൽ ഇന്നത് ഓഡിയൻസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഹിയറിംഗ് കഴിയും. ആ SFIO കേസിൽ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് സംഭവിച്ചു എന്നതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ കൃത്യമായി SFIO അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് SFIO കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ സ്റ്റേ നിൽപ്പുണ്ട്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെടും. കാരണം ആ കാര്യത്തിൽ സംശയമൊന്നും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഞാൻ അംഗത്വം എടുക്കുന്നത് ജനുവരി മാസം 31-ാം തീയതിയാണ്. അന്ന് ഈ പാർട്ടിയുടെ അധ്യക്ഷനും ഇന്ന് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ നഡ്ഡാജിയോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തരുന്നു. അപ്പോൾ പുള്ളി അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കേസ്? ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. ഈ പാർട്ടി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടും. ഈ നിമിഷം വരെയും ഇതിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇന്ന് സംസ്ഥാന പ്രസിഡന്റാക്കി രാജീവ് ചന്ദ്രശേഖരനും, ഈ രണ്ട് ആളുകളും എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്നും തന്നിട്ടുണ്ട്.